ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിതാ ഒരു പുതിയ റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ചക്കക്കുരു വെച്ചൊരു ഉപ്പേരിയാണ് കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ ചക്കക്കുരു നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചക്കക്കുരു ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിവിടെ മുറിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ നീളത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. മുറിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചക്കക്കുരു ഉപ്പേരിക്ക് നമുക്ക് കടുകും വേണ്ട, ഉള്ളിയും വേണ്ട, പച്ചമുളകും വേണ്ട. സിമ്പിളായിട്ടൊരു ഉപ്പേരിയാണ് കേട്ടോ. അതിനുവേണ്ടി ഒരു ചട്ടിയിലേക്ക് നമുക്ക് ചക്കക്കുരു എല്ലാം ഇട്ട് കൊടുക്കാം. ചട്ടിയിലേക്ക് ചക്കക്കുരു ഇട്ടതിന് ശേഷം ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ചധികം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ മഞ്ഞൾപ്പൊടിക്ക് കുറച്ച് കളർ കുറവാണ്. നമ്മുടെ വീട്ടിലാക്കിയ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതിൻ്റെ ഗുണം നമുക്കതിൽ കിട്ടും. ഇത് കടയിൽ നിന്ന് വാങ്ങിയതായത് കൊണ്ട് തന്നെ കുറച്ച് കളർ കുറവാണ്. അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരുവിന് കുറച്ച് വേവ് അധികം ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ നല്ല ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പൊത്തി വെച്ച് വേവിച്ചെടുക്കാം. ഇതുപോലെ വെന്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ചക്കക്കുരു വേകുമ്പോൾ മൊത്തത്തിൽ നമ്മൾ വറ്റിച്ചെടുക്കരുത് കേട്ടോ. കുറച്ചൊരു ചാറ് പോലെ ഇരിക്കുന്നതാണ് ഇതിന് ടേസ്റ്റ്. ഇനി നമുക്ക് തേങ്ങ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഒരു ശകലം ഒന്ന് വെന്ത് വരുന്ന വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാ നാട്ടിലും ചക്ക തീർന്നാലും ചക്കക്കുരു എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണ്. അങ്ങനെ എല്ലാം മിക്സാക്കി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. വേറൊരു ചട്ടിയെടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കൂടെ തന്നെ കറിവേപ്പില, പിന്നെ നമ്മുടെ ഉണക്കമുളക് പൊടിച്ചതുണ്ട്, ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എണ്ണയിൽ കിടന്ന് നമ്മുടെ മുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂത്ത് വരണം കേട്ടോ. ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഇതിൻ്റെ പാകം എത്തി എന്ന് നമുക്ക് മനസ്സിലാവും. അത്രയേ ഉള്ളൂ, വേറെ പരിപാടികളൊന്നുമില്ല കേട്ടോ. എന്നാൽ ഈ മൂത്ത് വന്നതെല്ലാം കൂടെ നമുക്ക് ചക്കക്കുരുവിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്കക്കുരുവിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി എല്ലായിടത്തും നമ്മുടെ എണ്ണ പറ്റുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ ചക്കക്കുരു വീട്ടിലുള്ളവരെല്ലാം ഇതുപോലെ ഒന്ന് ഉപ്പേരി വെച്ച് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെയാണോ നിങ്ങളുടെ നാട്ടിലും ചക്കക്കുരു വെക്കാറ്? ഇങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ചക്കക്കുരു ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ അടിപൊളിയാകട്ടോ ഈ ഉപ്പേരി. അപ്പോൾ ഈ ഒരു ചക്കക്കുരു ഉപ്പേരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വേറൊരു റെസിപ്പിയായി വരുന്നവരെ ടാറ്റാ.